ഇത് അമ്പൂരിയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഈ ചെറിയ പാലം കടന്നു വേണം നമുക്ക് അമ്പൂരിയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഇതുവഴി ബൈക്കും ഓട്ടോയും മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്നും കാട്ടിൻ്റെ അകത്തൂടെയാണ് യാത്ര. ഇതുവഴി ഒരു ഓട്ടോ പോവുകയാണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ വെക്കേഷന് പോകാൻ എവിടെയാണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം ഈ സ്ഥലവും കൂടി ഒന്ന് കണ്ടിരിക്കുക. ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ വഴികൾ താണ്ടി പോവേണ്ടതായി വരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് മുന്നേ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലം കാണാൻ കഴിയും. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതൊക്കെ കണ്ട് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളച്ചാട്ടം കാണാൻ മുകളിലോട്ട് കയറിപ്പോയത്. മുകളിലോട്ട് കയറി പോകുമ്പോൾ ചെറിയ വഴികളാണ്. അതുവഴി വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ. നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. ഈ വഴി വേണം നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടത്. ഇത് ഒരു ചെറിയ വഴിയാണ്. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ചെറിയ ഇടവഴിയാണെങ്കിൽ പോലും ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അമ്പൂരി പാലം കാണാൻ പോയപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് നല്ല തിരക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം. ഇവിടെ വന്ന് കുളിക്കുന്നവർ ധാരാളമുണ്ട്. ഇത് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും നമ്മൾ മല കയറി മുകളിലോട്ട് വരുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊക്കെ കണ്ട ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു.